ആർക്കിടെക്ചറൽ ഡിസൈൻ സീരീസിൽ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്നുള്ളത് കോൺസെപ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നതാണ്. 8 ചാപ്റ്ററായിട്ടാണ് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ പ്രൊസീജിയറാണ് കോൺസെപ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ഡിസൈനർക്കോ തന്നെയാണ് സാധിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡിൽ ഇതെന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ മാത്രം. നമ്മളിപ്പോൾ ആൾറെഡി ഡിസൈൻ ബ്രീഫിംഗ് വരെ എത്തിയിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടൻസ്, കൺസ്ട്രെയിൻസ് എന്നുള്ളത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിലുള്ളൊരു ഡിസ്കഷനാണ് ഞാനിവിടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മേജർ ആർക്കിടെക്ചറൽ പ്രാക്ടീസിങ് ഇൻ എ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ്. അതായത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ് കോൺസെപ്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇനീഷ്യേറ്റിംഗ് ദി ഐഡിയാസ്, കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദ പ്രൊജക്ട് ബേസ്ഡ് ഓൺ ദ ഡിസൈൻ ബ്രീഫ് പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡിസൈൻ ബ്രീഫിൻ്റെ ബേസിൽ ഒരു ഇനീഷ്യൽ ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് കോൺസെപ്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിൽ പല രീതിയിലുള്ള പല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് തന്നെയാണ്. ഇറ്റ് സെറ്റ്സ് ദ ഫൗണ്ടേഷൻ ഫോർ ദ എൻറ്റയറിംഗ് ഡിസൈൻ പ്രോസസ്, ഇൻഫ്ലുവൻസിങ് ദ പ്രൊജക്ട് സക്സസ് ആൻഡ് ഔട്ട്കം. നമ്മുടെ ഒരു എൻറ്റയർ പ്രൊജക്റ്റിൻ്റെ ഔട്ട്കമ്മിനെ, സക്സസ്സിനെ ബേസ് ചെയ്യുന്നൊരു ഫൗണ്ടേഷൻ പ്രോസസ്സ് തന്നെയാണ് കോൺസെപ്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഡിസൈനിങ്ങിലാണ് നമ്മൾ ബബിൾ ഡയഗ്രാം പ്രിപ്പറേഷൻസ്, സോണിങ്, കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, അത്തരത്തിലുള്ള ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആർക്കിടെക്ചറൽ പാർട്ടിലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ ഒരു ഇനീഷ്യൽ സ്പേസ് പ്ലാനിങ്, ബബിൾ ഡയഗ്രാം പ്രിപ്പറേഷൻ, സോണിങ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു രീതിയിൽ നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയർ തന്നെയാണ് കോൺസെപ്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ടീമുകൾ തമ്മിലുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെയും അനാലിസിസിലൂടെയും മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് പല ടൈപ്പോളജിയിൽ അല്ലെങ്കിൽ പല പെർസ്പെക്റ്റീവ്സിലായിരിക്കും ഓരോ ഡിസൈൻ പ്രൊഫഷണൽസും മീറ്റ് ചെയ്യുന്നതും. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്പേഷ്യൽ പ്ലാനിങ്ങിന് അല്ലെങ്കിൽ സ്പേസ് അറേഞ്ച്മെൻറ്റ്സിനായിരിക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റു ചില കേസിൽ എർഗോണമിക്കൽ ആസ്പെക്ട്സിനായിരിക്കും, അതായത് ഒരു യൂസ് ചെയ്യുന്ന ആളുകളുടെ കംഫർട്ടും കാര്യങ്ങളും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ചില ആളുകൾ ചിലപ്പോൾ ഒരു പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ചില ആളുകൾ അതിൻ്റെ ഒരു എലിവേഷണൽ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആർക്കിടെക്ട് സഹ ഹദീദിൻ്റെ ഒരു പ്രൊജക്റ്റൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഡീകൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു ഡിസൈനിങ് സ്റ്റൈൽ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിനെ കാണുന്നത്. അത്തരത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഫ്ലോയിങ് ടൈപ്പിലുള്ളൊരു ഡിസൈൻ കോൺസെപ്റ്റ്സാണ് എപ്പോഴും നമ്മൾ അവരുടെ ഡീകൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസിൽ കാണുന്നത്. അപ്പോൾ അതിൽ ചില ആളുകൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കോൺസെപ്റ്റ് ഡിസൈനിങ് പാർട്ടിൽ കാണുന്നത് അതിൻ്റെ ഒരു ഷേപ്പിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റു ചില ആളുകൾ അതിൻ്റെ ഒരു പ്രോപ്പർ സ്പേസിങ്ങിനും സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സിനും ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില കേസിൽ നമ്മളവിടെ ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ ഫാക്ടേഴ്സിന് അല്ലെങ്കിൽ ഹ്യൂമൻ കംഫേർട്ടിനായിരിക്കും. അതായത് ആൻഡ്രോപ്പോമെട്രിക് കൺസിഡറേഷൻസ് എല്ലാം വെച്ച് ഒരു എർഗോണമിക് ഡിസൈൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്റ്റെയർ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ഒരു റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്ന പാർട്ടിൽ ലാൻഡിങ് എന്ന് പറയുന്നൊരു കോമ്പണൻറ്റ് കൊടുക്കാറുണ്ട്. നോർമലി ഒരു 12 സ്റ്റെപ്സാണ് മാക്സിമം ഒരു റെസ്റ്റിംഗ് പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. 12 കണ്ടിന്യൂസ് സ്റ്റെപ്സിന് ശേഷം ഒരു ലാൻഡിങ് പൊസിഷൻ നമ്മൾ കൊടുക്കണം എന്നാണ് പറയാറുള്ളത്, ബേസ്ഡ് ഓൺ എർഗോണമിക് ഫീച്ചേഴ്സ്. സ്റ്റെപ്പ് കയറുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് റെസ്റ്റിംഗ് പൊസിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ലാൻഡിങ് കൊടുക്കാറുള്ളത്. പക്ഷേ പല ഫീച്ചേർഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ പ്രൊജക്ട്സ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത്തരത്തിലുള്ള ലാൻഡിങ് പൊസിഷനോ കാര്യങ്ങളോ ഇല്ലാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഡയറക്റ്റ്ലി ഒരൊറ്റ ഫ്ലൈറ്റിൽ കണ്ടിന്യൂസ് സ്റ്റെപ്സായിട്ട് നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ എത്തുന്ന സ്റ്റെയർസ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ആ ഒരു സ്റ്റെയറിന് ഭയങ്കരമായിട്ടുള്ളൊരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും. സോ ബേസിക്കലി അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എർഗോണമിക് അപ്രോച്ചിനേക്കാൾ കൂടുതൽ ആ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്ചർ പ്രൊഫഷണൽ നോക്കിയിട്ടുള്ളത് ആ ഒരു സ്പേസിൻ്റെ ഡിസൈനിങ്ങിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സ്പെക്റ്റീവിന്, ആ ഒരു വ്യൂവിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ്
പെർസ്പെക്റ്റീവിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോറായിട്ടുള്ള ബേസിക് ഏരിയയാണ് കോൺസെപ്റ്റ് ഡിസൈനിങ് എന്നുള്ളത്. അത് പല എക്സ്പേർട്സും പല രീതിയിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു പ്രൊജക്റ്റിന് അത്തരത്തിലൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു എൻഡ് ഡിസൈനിങ് ഔട്ട്പുട്ടിലേക്ക് എത്തുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ് കോൺസെപ്റ്റ് ഡിസൈനിങ് എന്നുള്ളത്. നമ്മുടെ ലോങ് ടേം പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും മാത്രമേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു സെൽഫ് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി വളരെയധികം ആയിരിക്കും. നമ്മൾ ഒരുപാട് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അസിസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രൊജക്റ്റും അതിൻ്റെ പെർസ്പെക്റ്റീവിലും ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് ഡിസൈനിങ് ഒക്കെ ഇൻഡിവിജ്വലി ചെയ്യാൻ കഴിയുള്ളൂ. കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്ലെയിൻ സൈറ്റ് അതിൻ്റെ സൈറ്റ് വിസിറ്റ്സിനോ അനാലിസിസിനോ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ വരുന്ന വീടിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ റൂഫ് ഇങ്ങനെ കൊടുത്താൽ അത് കാണാൻ ഭംഗിയുണ്ടായിരിക്കും, നമുക്കവിടെ ഇങ്ങനെ ഒരു വലിയൊരു വെജിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം, ഇത്തരത്തിലുള്ള ഐഡിയ ഒക്കെ നമുക്ക് വരുന്നത് ബൈ എക്സ്പീരിയൻസ് ആണ്. അത്തരത്തിലാണ് നമ്മൾ കോൺസെപ്റ്റ് ഡിസൈനിങ്ങിൽ എക്സ്പെർട്ടൈസ് ചെയ്യാൻ പോകുന്നതും. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ് ഡിസൈനിങ്ങിനെ പറ്റി ബേസിക്കായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് 2D ആൻഡ് 3D ഡിസൈൻ എന്നുള്ളതാണ്.